പിതാവിൻ്റെയും പുത്രൻ്റെയും റൂഹാദ് ഖുദ്ദൂസിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനം വിതക്കാരൻ്റെയും വിളവിനെയും കുറിച്ച് ഉള്ള ഉപമയെ കർത്താവ് നമ്മളോട് പറയുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ വിതക്കാരൻ വിളഭൂമിയിലെ വിള വിതയ്ക്കുമ്പോൾ, വിത്ത് വിതയ്ക്കുമ്പോൾ അത് എപ്രകാരത്തിൽ വിളവ് നമുക്ക് നൽകുന്നു എന്നുള്ളതിനെ കുറിച്ച് കർത്താവ് ഭംഗിയായിട്ട് പരാമർശിക്കുന്നത് ശ്രദ്ധിക്കുക. വിത്തിനെ വചനമായിട്ട് ചിത്രീകരിക്കുന്ന കർത്താവ് നമ്മളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എപ്രകാരത്തിൽ വചനത്തോട് നമ്മൾ പ്രതികരിക്കുന്നുവോ അപ്രകാരത്തിൽ ഫലം, വിളവ് നൽകുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. വിവിധ ഇടങ്ങളിൽ വീഴുന്ന വിത്തിൻ്റെ ഫലത്തെക്കുറിച്ച് കർത്താവ് നമ്മളോട് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഏത് വിളഭൂമിയായിട്ടാണ് ഒരുക്കപ്പെടുന്നതെന്ന്. വിത്തും വിതക്കാരനും ഒന്നാണെങ്കിലും വിത്ത് വിതയ്ക്കപ്പെടുന്ന ഇടം വിളയെ സ്വാധീനിക്കുന്നു എന്ന് തിരിച്ചറിയുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കണം എന്നുള്ളത് പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. ദൈവിക സാധ്യതകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ജീവിതം ഒരു വിളഭൂമിയായിട്ട് തീർക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഭംഗിയായിട്ട് നമ്മളോട് പരാമർശിക്കുന്ന ഈ വേദഭാഗത്തിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട്, അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കണം. നല്ല വിളവ് നൽകുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം എന്ന് പറയുന്നത് കർത്താവ് വാക്യം 9 പറയുന്നത് പോലെ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. നന്നായി കേൾക്കുന്നവന് നല്ല ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കും. കാരണം നന്നായി കേട്ട് കഴിഞ്ഞാൽ നന്നായി പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. കണ്ണുള്ളവൻ കാണുകയും ചെവിയുള്ളവൻ കേൾക്കുകയും ഹൃദയമുള്ളവൻ മാനസാന്തരപ്പെടുകയും ചെയ്യുന്ന അനുഭവം നമ്മുടെ ജീവിതങ്ങളിൽ ആവശ്യമാണ്. എന്നാൽ കണ്ണുണ്ടായിട്ട് കാണാതെയും കാതുണ്ടായിട്ട് കേൾക്കാതെയും ഹൃദയമുണ്ടായിട്ടും അത് കഠിനമാക്കിയും ജീവിക്കുന്ന ഈ ലോകത്തിലെ അത് വലിയ വെല്ലുവിളിയായിട്ട് തന്നെ നിൽക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെയും ജീവിതമാകുന്ന വിളഭൂമി ഒരുക്കപ്പെടേണ്ടതുണ്ട് എന്ന് കർത്താവ് നമ്മളോട് തന്നെ പറഞ്ഞു വെക്കുന്നത്. നല്ല ഒരുക്കമുണ്ടെങ്കിൽ നല്ല വിളവ് നൽകുന്ന വിളഭൂമിയായിട്ട് തീരുവാൻ നമുക്ക് സാധിക്കും. ലൗകികമായതിനെയും ധനത്തിനെയും ത്യജിച്ചു കളയുവാനും ദുഷ്ടതയെ വെടിയുവാനും നല്ലതിന് മാത്രം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനുമായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഒരുക്കമുള്ള വിളഭൂമിയായിട്ട് നമ്മൾ മാറുകയും 100 മേനി ഫലം നൽകുന്നവരായി തീരുകയും ചെയ്യും. കർത്താവിൻ്റെ ആവശ്യവും അത്രമാത്രമായിരുന്നു. അതുകൊണ്ടാണ് ആ വിതക്കാരനെയും വിതയ്ക്കുന്ന വിത്തിനെയും അതുപോലെ തന്നെ വിളസ്ഥലത്തെയും കുറിച്ചുള്ള ഉപമയിലൂടെ നമ്മെ കർത്താവ് പഠിപ്പിച്ചത്. നമുക്ക് ശ്രമിക്കാം നല്ല വിളഭൂമിയായിട്ട് തീരാൻ. ദൈവിക സാധ്യതകളെ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നല്ല ഫലം നൽകുന്ന 100 മേനി നൽകുന്ന ഇടങ്ങളായിട്ട് തീരുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിന് ദൈവത്തിൻ്റെ വലിയ കൃപാവരങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും സാന്നിധ്യവും നമ്മളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.